പിതാവായ താങ്കളിലുള്ള അക്കാല രണ്ട് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മൂത്ത ആൾക്കും ആ കല കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് ഒളിഞ്ഞു കിടക്കും. അത് സമയമാകുമ്പോ അങ്ങ് പുറത്തു വരും. അപ്പൊ അത് കാലത്തിന് വിട്ടുകൊടുക്കാം. പിന്നെ അധ്യാപകനാണെന്നല്ല പറയുന്നത്. അപ്പൊ നാളെ മറ്റന്നാൾ സ്കൂളില് എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തമായിട്ട് വലിയ നാടകം എഴുതുകയോ സംവിധാനം ചെയ്യുകയൊക്കെ എന്ന അവസ്ഥകൾ ചിലപ്പോൾ ഇനി ജീവിതത്തിൽ സംഭവിച്ചേക്കാം. താങ്കളുടെ കഴിവ് 28ാമത്തെ വയസ്സിലാണ് പുറത്ത് വന്നത് എന്നതുപോലെ തന്നെ ചിലപ്പോൾ ആ മോനും ചിലപ്പോൾ വൈകിട്ടാണെങ്കിലും പുറത്ത് വരാൻ സാധ്യത ഉണ്ട്. രണ്ട് മക്കൾക്ക് കിട്ടിയ പോലെ താങ്കളിൽ നിന്നുള്ള കഴിവ് മൂത്ത മോനും കിട്ടാതിരിക്കില്ലല്ലോ. ശരിയാണ്. ഞാനിപ്പോൾ പിന്നെ ഈ ഫസ്റ്റ് ആൽബത്തിൽ പാടിയതൊരു ഭക്തിഗാനമായതുകൊണ്ടൊന്നും അത് ഇയാൾക്ക് കേൾക്കാനൊരു തരുന്നില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിൽ ആ ഒരു ഭക്തിഗാനം എന്നാണെങ്കിൽ നമുക്ക് പിന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് വരാൻ കാരണം ഇനി പിന്നെന്നാണെങ്കിൽ നമ്മൾ തന്നെ ഓരോതിൽ എത്തിപ്പെടുമ്പോഴും എന്നാണെങ്കിൽ നമ്മൾ ചെറുന്ന വഴിയിലൂടെ നമ്മൾ വലുതുകാലം ശ്രമിക്കുമ്പോൾ മുള്ളു ചോട്ടുമ്പോൾ ബാക്കിൽ തന്നെ ആവുക. അതാണ് ഇന്നത്തെ പോലത്തെ എന്നാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് നമ്മളിപ്പോഴത്തൊരു പ്രോത്സാഹിപ്പിച്ചതിനൊരു ജനങ്ങളിലേക്ക് എത്തിച്ചെടുക്കുന്നതിന് മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ വളരെയധികം നമുക്ക് സപ്പോർട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്ക് വിളിച്ചിട്ട് അതിനുള്ള സപ്പോർട്ട്. പിന്നെ അതേമാതിരി ഞാൻ എൻ്റെ ജോലി ബുക്സിൻ്റെ പരിപാടിയാണ്. ബുക്സിൻ്റെന്നാണെങ്കിൽ ഞാൻ LKG തൊട്ട് 4th വരെയുള്ള കുട്ടികൾക്കുള്ള ബുക്സിൻ്റെ ഈ ബുക്സിൻ്റെ അതെന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്കൂളുകളിൽ നല്ല പല എച്ച്എമ്മാരും നമുക്ക് നമ്മുടെ ഉപജീവനം വിചാരിച്ച് നമ്മുടെ മക്കളെ വിചാരിച്ച് നമുക്ക് ഒരു വൈദ്യുതിയായിട്ട് സ്കൂളിൽ നമുക്ക് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു പുസ്തകം കൊടുക്കാനും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ താങ്കളൊരു കലാകാരനായതുകൊണ്ട് താങ്കളുടെ ജോലിക്ക് അത് ഗുണകരമായി മാറ്റുന്നുണ്ട്. കാരണം ചിലർക്ക് കലാകാരന്മാരോട് ചില ബഹുമാനം കാര്യക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ താങ്കളിപ്പോൾ ഈ ജോലി ഉണ്ട്, ആ ജോലി ഉള്ള സർക്കിളിൽ തന്നെ താങ്കളൊരു കലാകാരനാണെന്നുള്ള അറിവ് താങ്കൾക്ക് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഗുണപരമായിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ചില സ്കൂളുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെന്നോട് പറയും നമ്മൾ വാർത്തകത്തിന് നിങ്ങൾ പാടാൻ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്ക് ദയവ് ചെയ്ത് ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെപ്പോലത്തെ ആളുകൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ, അംഗീകാരം തരും. അതെ, അത്രേ ഉള്ളൂ. ഞാൻ നമ്മളെ പോയിട്ട് പാടിയിട്ട് നമുക്കൊരു 500 കിട്ടണമെന്നില്ല. പക്ഷെ അവിടെയുള്ള കുട്ടികൾക്കും അവിടെയുള്ള പാരൻസിനും അവിടെയുള്ള അച്ഛനും ടീച്ചേഴ്സിനൊക്കെ എൻ്റെതായിട്ടുള്ള പാട്ടുകാരെന്ന് ഞാൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. പല സ്കൂളിലും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർ തന്ന ക്യാഷ് ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷെ അത് വേണ്ട, എനിക്ക് എൻ്റെ മനസ്സിലൊന്ന് നന്മ ചെയ്യണം, അത്രേ ഉള്ളൂ എൻ്റെ ജോലി. കാരണം എന്താണെങ്കിൽ ആരും നിരുത്സാഹപ്പെടുത്തി പരിഹാസിക്കുക എന്നിട്ട് ഇങ്ങോട്ട് വരണം, ഒരാൾ നന്നാവട്ടെ എന്നുള്ളൊരു തോന്നും. അതുള്ള ഇന്നും എനിക്ക്. കാരണം ഞാൻ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കുന്നു. കാരണം എന്താണെങ്കിൽ ഞാൻ അന്നത്തെ കാലത്തൊക്കെ ഞാൻ പല തവണ എന്നിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് വെള്ളത്തിലുണ്ട്. കാരണം എന്നോട് എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കഴിവ് മാഷന്മാർക്ക് പോയിട്ടുണ്ട് ഇല്ലേ, നിങ്ങൾക്ക് പോയിക്കൂടെ, എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം എനിക്കറിയില്ല. കാരണം ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഒരു ചാനലിൽ എനിക്കൊരു അഭിമുഖത്തിൻ്റെ കാര്യങ്ങൾ പറയണം. ആ കാര്യങ്ങൾ എനിക്ക് പറയാനാണെങ്കിൽ കണ്ണീരല്ല. കാരണം എന്താണെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നിടത്തോളം നമ്മുടെ എല്ലാം സക്സസ് ആണ്. പക്ഷെ എന്താണ് ഒക്കെ തള്ളിപ്പോണം മാറ്റി. കാരണം ഞാൻ അങ്ങനെ കാരണം എന്താണെങ്കിൽ ഞാൻ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പലരും പറയും എന്താണ്. അപ്പോൾ ഞാൻ അതിനോടൊന്നും പറച്ചിലില്ല. ഞാൻ ഏത് സമയത്തും ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ പറച്ചിലുണ്ട വീട്ടിൽ എനിക്കുള്ളൊരു അവസരം വരുമ്പോൾ ഞാനതിലോട്ട് പോകും. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നുണ്ടെങ്കിൽ വലിയ ഒരു മോന് മാഷ, രണ്ടാമത്തെ സ്കൂൾ പിന്നെ അവിടെ എത്തിച്ചു. അവർക്ക് വലുതായി 10ാം ക്ലാസ്സായി. ഇനി ഇന്നതായിട്ടുള്ള ഒരു കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഞാനായിട്ട് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താണെങ്കിൽ തിരിച്ചൊന്നും ആരും മറ്റത് നമുക്ക് ആ ചെറുപ്പകാലത്ത് തന്നെ അവരെ നോക്കാനും കേൾക്കാനും ഇന്നും ഉണ്ടെങ്കിലും ഇന്ന് അത്രമാത്രം അതില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഓരോ പിന്നെ സിനിമയിലൊക്കെ ഇപ്പോൾ നമുക്ക് വരുന്നൊരു ചാൻസുകളൊക്കെ ഇപ്പോഴാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് എന്നാൽ 10, 48, 49 വയസ്സായി ഏജിലാണ് എനിക്ക് സിനിമയിലൊക്കെ ഒരു ഇത് കിട്ടിയിരുന്നു. പക്ഷേ നല്ല സിനിമയിലേക്ക് നമ്മളെ വിളിച്ചതിൽ അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ വരാൻ പോണ ഒരു പുതിയ എനിക്കുള്ളൊരു നല്ലൊരു അടിപൊളി സിനിമയാണ് പാഷൻ, ഒരു കുടുംബ സ്റ്റോറിയൊക്കെ വരുന്നത്. അപ്പോൾ സെറഞ്ഞിപ്പോൾ അതിൽ സംവിധായകൻ അതെ. അപ്പോൾ അതിലൂടെ എന്താണെങ്കിൽ നമുക്കിപ്പോൾ അതിൽ പോയിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരെ ഈ സിനിമയിലെങ്കിലും നമ്മൾ നല്ലൊരു ഇതിൽ അവരുടെ സിനിമ
എടുക്കുന്നത് വിജയിക്കട്ടെ. അത്രയ്ക്ക് നല്ല മനസ്സാണ് സുരേഷ് സാർ എന്നാണ്. ആ സാറിന് ഞാനൊരു പ്രത്യേക നന്ദി പറയണം. അതേമാതിരി പിന്നെ കൂടുന്ന CD വേൾഡ് നൗഷാദ് ഇവരൊക്കെ പിന്നെ പൈസ. അപ്പം നമ്മളാരും മറക്കുന്നില്ല. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ചെറുപ്രായത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് അതിലേക്ക് വഴി തുറന്ന് കിട്ടുക ഈ പറഞ്ഞ 50 വയസ്സ് ആ ലെവലിൽ മധ്യാഹ്നത്തിലെത്തുന്ന സമയത്ത് ആയിരിക്കും നമുക്ക് അതിൻ്റെ വഴി തുറന്ന് കിട്ടുക. പക്ഷെ ചെറുപ്രായത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പ്രായം ഇങ്ങനെ ആയതിനു ശേഷം ആ വഴി തുറന്ന് കിട്ടും. പക്ഷെ അപ്പോൾ ചിലരെന്ത് ചെയ്യും, മുമ്പ് ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, ഇപ്പം എനിക്കിന് വഴി തുറന്ന് കിട്ടും, ഇപ്പം ഞാൻ തുറന്ന് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ വഴി പോകാമെന്ന് വിചാരിക്കും. പക്ഷെ വേറെ ചിലരുണ്ട് ചെറിയ പ്രായത്തിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വയസ്സ് കാലത്ത് അതിനുള്ള വഴി തുറന്ന് കിട്ടുമ്പോഴേക്ക് അവർ മനസ്സുകൊണ്ട് അതിന് പിന്മാറാൻ ഒരു സാഹചര്യം വരും. ഇനിയിപ്പോൾ എന്തിനാ ആയ കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല, ഇനിയിപ്പോൾ ഈ വയസ്സ് കാലത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് എനിക്ക് എന്തിനു ഇറങ്ങണമെന്ന് തോന്നുന്നു വരും. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അങ്ങനെ ഒരു ചിന്തയിലേക്കും വീഴാതെ അന്ന് ഒന്ന് ആഗ്രഹം ഈ വയസ്സ് പ്രായ സമയത്തും തുറന്ന് കിട്ടിയപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ സന്നദ്ധനായി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതെ, ഞാനെന്താണെങ്കിൽ പിന്നെ എനിക്കെന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചെന്താണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ 50 വയസ്സായാലും 55 ആയാലും നമുക്കതിൻ്റെ ഇടയിൽ വരുന്ന നല്ലൊരു ഇതുണ്ടെങ്കിൽ എനിക്ക് ഈ കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട്. ഞാൻ എന്തായാലും അതിലുള്ള അഭിനയിക്കണമെന്നാണ് ഈ ഇതിന് സാറ് പറയും പോലെ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു സംശയത്തോടെ തന്നെ ഞാൻ ഇന്ന് നടക്കുന്നത്. ചിലരുണ്ട് 40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇനി കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവർക്ക് ചില പ്രചോദനമായിട്ട് ചില വാരികളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരാളെ ജീവിതത്തിലെല്ലാ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. 40 വയസ്സിന് ശേഷം ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥകളൊക്കെ വായിക്കാറുണ്ട്. അതൊക്കെ ഇനിയും താങ്കളത്തെ പോലുള്ളവർക്ക് കിട്ടുന്ന പ്രചോദനമാണ്. കാരണം നമുക്കൊക്കെ ഇനിയിപ്പോൾ അധിക കാലത്ത് ആയുസില്ല, വളരെ കുറഞ്ഞ ആയുസില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോകാൻ സമയമായി എന്നും പറഞ്ഞാണ്ട് നമ്മളെ ചെറിയ പ്രായത്തിലുള്ള ആഗ്രഹങ്ങളെ ഇപ്പോൾ ഈ പ്രായത്തിൽ തുറന്ന് കിട്ടുമ്പോൾ ആ വാതിലുകൾ കൊട്ടിയടക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങാനുള്ള സന്നദ്ധത കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാനിപ്പോൾ എന്താണെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ഏജുകൾ ഇത്ര ഏജ് എന്നുള്ളത് ഞാൻ നോക്കൂല. സമയം എപ്പോഴാണ് ദൈവത്തിൻ്റെ സമയം തന്നെ, അപ്പോൾ നമ്മൾ പോകണം. പക്ഷെ എന്നുണ്ടെങ്കിലും വരുന്നത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ബാക്കിലേക്ക് വെക്കുന്ന പരിപാടിയില്ല, അത് മുന്നിൽ തന്നെ വെക്കുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. വേറെ പറഞ്ഞില്ലേ, ഈ ഒരു 48-ാം വയസ്സിലും അഭിനയിക്കാനുള്ള താല്പര്യം ഉണ്ടോയെന്ന്. അഭിനയിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നതുകൊണ്ട് നമ്മൾ അഭിനയിക്കാൻ അതിനും പോകണം. ഇപ്പോൾ നമ്മൾ പാട്ട് പാടാൻ നമുക്ക് ആഗ്രഹമാണ്. അപ്പം ഞാൻ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ പല കോലത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാണെങ്കിൽ അതേമാതിരി അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളെങ്ങനെ ചോദിക്കുന്നത് അതേമാതിരി നമ്മൾ പറഞ്ഞാലും തയ്യാറാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് എൻ്റെ കണ്ണിന് വെള്ളം കിട്ടിയിട്ടുണ്ട്. കാരണം സ്റ്റേജ് പ്രോഗ്രാമിനെ കുറിച്ചിൻ്റെ CD ഒക്കെ ഒന്നും പറയാതിരിക്കാം, അന്നത്തെ കാലത്തിട്ടാണ്. ഇന്നിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിന് പോയിട്ട് കരോക്കെ CD ഇടുന്നത് സ്ക്രാച്ച് വെച്ചിട്ടുണ്ട്. പാടാതിരിക്കാൻ വേണ്ടി. അപ്പൊ അത് ഈ ആ CD കേടുന്നപ്പോ എനിക്ക് പാടാൻ പറ്റില്ല. ഇങ്ങനെ ഈ അപ്പൊ അന്ന് പറയാൻ വയ്യാവുന്നു. കാരണം അന്ന് അങ്ങനെ നമ്മൾ ഒരു ചെയ്തത് എന്നുള്ളത് അത് ചെയ്ത ഊഹങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവര് മുമ്പിൽ ഇപ്പൊ താങ്കൾ പാട്ടുകാരനാണ് ഇന്ന് അവരുടെ എല്ലാവരുടെ ഇടയിലും താങ്കൾ നല്ല പാട്ടുകാരനായിട്ടും ഞാനൊരു പിന്നെ അഭിനയത്തിൻ്റെ ഒരു കഴിവുള്ള ഒരാളാണ് വിചാരിച്ചു എന്ന സ്ഥാനത്ത് ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞത്. ഞാൻ ഒരു നേരത്തെ ശ്രദ്ധ ഒരു ഷോർട്ട് ഫിലിമിലായിരുന്നു, ഡോക്യുമെൻ്ററി. അതെന്നാണെങ്കിൽ അൻസാഫ് മുത്താലാണ് എൻ്റെ ഒരു സംവിധാനം. പിന്നെ ഞാൻ അഭിനയിച്ചത് അതിൻ്റെ ഇട്ടതും അവരാണ്. ഒരു നേരത്തെ ശ്രദ്ധ ആണെങ്കിൽ ഞാൻ അതിൽ അഭിനയിച്ചപ്പോൾ എനിക്കെന്താണെങ്കിൽ അന്ന് എയ്ഡ്സ് രോഗിയായിട്ട് അഭിനയിച്ചത് ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ബോംബെ പോയി ജോലി ചെയ്ത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആണെങ്കിൽ എനിക്ക് എയ്ഡ്സ് പിടിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഒഴിവാക്കാൻ എയ്ഡ്സ് പിടിച്ചിട്ടെന്നാണ് ഒഴിവാക്കാൻ കാരണം ബോംബെയിൽ ഫുള്ള് ചുവന്ന തെരുവല്ലേ. അപ്പോൾ ആ ഒരു ഊഹിച്ചിട്ട് എൻ്റെ ഭാര്യ മക്കളെ തന്നെ പുറത്താക്കി. പിന്നെ ഞാൻ തെരുവിൽ കിടന്ന് കളിക്കുന്നത്. അങ്ങനെയുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ എന്നാണ് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്ക് അതിൽ അത് ഒരു മധുമാഷ് എന്നാണ് എവിടെ സ്ഥലം എന്നുള്ളൊരു ഓർമ്മയില്ല. പിന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മാഷക്കൊരു ഹായ് പറയാം. അപ്പോൾ
അപ്പോൾ എന്താണെങ്കിൽ അവരാണെങ്കിൽ തന്നെ അന്ന് ഇവിടെ നാട്ടിൽ വെച്ചിട്ട് സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടി. അന്ന് നമ്മളെ KT ജലീൽ പിന്നെ ഇവരൊക്കെ എനിക്ക് പുരസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു നാട്ടിൽ വെച്ചിട്ട് ഒരു അവാർഡ് കിട്ടാമെന്ന് വിചാരിച്ചാൽ അത് കിട്ടി. അങ്ങനെ പലതും. പിന്നെ നിലമ്പൂരാഴ്ചൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഞാൻ ഒരു പാട്ട് പാടുന്നു. പോണം പോണം ഒരു നാളിലേ കാണും പള്ളിക്കാട്ടിലേക്ക് എന്നാണ് ഒരു ആൽബത്തിന്. അത് ആൽബത്തിൻ്റെ പേര് ആശകളില്ലാത്ത പാട്ടുകാർ. അങ്ങനത്തെ പാട്ട് അതിൽ നിലമ്പൂരാഴ്ചയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അന്ധനായിട്ട് അഭിനയിച്ചെന്നാണ് ശരികളുടെ കരുണാമയനെ കനിവേകിടുന്ന കനിവേകിടുന്നേ കരയുന്ന തുണച്ചിടണേ കരയുന്ന തുണച്ചിടണേ. പിന്നെ അതേമാതിരിക്ക് വേറെ ഫസ്റ്റ് പാടിയ പാട്ടാണ് അകമലരിൽ വിരിയുമോ ആടുകൾ അറിയുമോ ചുരുക്കി പാടിയതാണ്. അപ്പം എന്തായാലും നല്ലത്. പിന്നെ ഇങ്ങനെ പല പാട്ട് വേറെയും കുറേ പാട്ട് എവിടെയും മറക്കാൻ കഴിയുമ്പോൾ നിൻ്റെ തൂണുകൾ ചല്ലികൾക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിയതും അങ്ങനെ. ഇപ്പോൾ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വരവും നിങ്ങളുടെ ഈ വെങ്കടാസന ചാനലിൽ അഭിമുഖം ചെയ്യാനുള്ള നിങ്ങളുടെ ബാബു സാറും പിന്നെ നമ്മുടെ പ്രമോദ് മിനിസ്റ്റർ ഇതിൻ്റെ സംവിധാനം ചെയ്യുന്ന അപ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു അഭിമുഖം ചെയ്തതിൽ ഇനിയും എനിക്ക് പറയാനുള്ളതെന്നാണെങ്കിൽ ഇനിയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്ര എത്തുന്നവരോ നമ്മൾ പോയിക്കൊണ്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നമുക്ക് തരുന്നു. നമ്മളപ്പോഴത്തെ ചാനലിൽ തരുമ്പോൾ അതൊരാശ്വാസമാണ്. രണ്ടാമത്തെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അതൊക്കെ എന്നും നല്ല എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഒരുപാട് പിന്നെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് നമ്മൾ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അച്ഛന്മാരുണ്ട്. അതൊക്കെ പേരിട്ട് പറയില്ല. അവർക്ക് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന് വളരെയാണ്. പിന്നെ എൻ്റെ കുടുംബം എന്നാണെങ്കിൽ ഞാൻ അന്നെന്നാണെങ്കിൽ ഒരു വീടിൻ്റെ അവസ്ഥ ഒക്കെ പറയുകയാണെന്ന് അങ്ങനെയായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൻ്റെ ഉള്ളിൽ ചോദിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്താണെങ്കിൽ അന്ന് ആരും നല്ല രക്ഷപ്പെടുത്താൻ. അപ്പോൾ ഇന്ന് അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമ്മൾ ഒരു കൊച്ചു വീട് വന്നു. അപ്പോൾ നാളെ ഒരു പക്ഷേ ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ലാൻഡ് മാർക്കായിട്ട് പറയും ചിലപ്പോൾ നിങ്ങളെ പേര് തന്നെ ആ അവസ്ഥയ്ക്ക് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ലാൻഡ് മാർക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അതൊരു ലാൻഡ് മാർക്കായി ആ അവസ്ഥയിലേക്ക് ചിലപ്പോൾ നാളെ താങ്കൾ വളർന്നു വന്നേക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ സാധിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ കാണുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമാ താരങ്ങളുടെ ഈ ലഹരി ഉപയോഗത്തിലുള്ളത്. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളെ അത് എങ്ങനെയാണ് വിഷമിപ്പിക്കുന്ന കാര്യമായിട്ട് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇപ്പോൾ താങ്കളിപ്പം പാട്ടായിട്ടും അഭിനയമായിട്ടും ഫിലിം ഫീൽഡൊക്കെ ഇറങ്ങിയ ആളാണ്. താങ്കളെ സംബന്ധിച്ച് കുടുംബമുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇതിലേക്ക് പ്രോത്സാഹനം തന്നതിന് പകരം അവർ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫീൽഡാണ്, അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊരു അവസ്ഥ പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ലഹരിയും ഇതൊക്കെ സിനിമയിലിപ്പം ഉള്ളത്. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മളൊരു സിനിമ ചെയ്യാൻ എത്രയോ കഷ്ടപ്പാട് സഹിച്ചിട്ട് വരുന്ന അതിൻ്റെ കഥയിൽ അതിൻ്റെ സംവിധാനം ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എന്നാണെങ്കിൽ നല്ലൊരു നായകനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യും. ആ സിനിമ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇതെന്നാണെങ്കിൽ സന്തോഷമാണെങ്കിൽ അത് നല്ല രീതിയിൽ വരണം എന്നുള്ള രീതിയിൽ ആ സിനിമ കാണണം എന്നുള്ള ഇതിലേക്കാണ്. പക്ഷേ അതിൽ ഒരൊറ്റ ആൾ അതിലൂടെ മയക്കുമരുന്നും കാര്യങ്ങളുണ്ടാക്കിയിട്ട് ആ പടം ഞാൻ പറഞ്ഞു ഈ പടം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ പകുതി ഭാഗം എത്തിച്ചതിന് ശേഷം നല്ലൊരു മയക്കുമരുന്ന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറെ ഇത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ല. അപ്പോൾ അവരുടെ സങ്കടം എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണെങ്കിൽ സിനിമയിലെ ലൈഫ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇല്ല സാറേ അതാണ് അത് കേട് വരാനുള്ളവരാണെങ്കിൽ കേട് വരും.
പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമ ഫീൽഡിലുള്ള ഒരാളെ ഒന്നോ രണ്ടോ പേര് ഇങ്ങനത്തെ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ സിനിമ ഫീൽഡ് അങ്ങനത്തതാണെന്നുള്ളൊരു ഇത് വരികയാണ്. അപ്പോൾ അത് പുതുതായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്. അതായത് പ്രോത്സാഹനം കിട്ടേണ്ട ആൾക്കാർ. പക്ഷെ അവർക്ക് നിരുത്സാഹപ്പെടുത്തൽ വരാൻ ഈ സിനിമ ഫീൽഡിലുള്ള ഈ ഉപയോഗങ്ങളും മറ്റുള്ള കഥകൾ വരുമ്പോൾ പ്രോത്സാഹനം കൊടുക്കേണ്ടവർ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ വരും. ഇപ്പൊ ഭർത്താവ് സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഭാര്യ എന്ത് ചെയ്യും? ആ സിനിമയിലൊക്കെ പോകുന്നത് അത് അങ്ങനത്തെ ഫീൽഡാണ്, ഇത് ഇങ്ങനത്തെ ഫീൽഡാണ്, നിങ്ങളെ ഇറങ്ങരുത്. മകൻ ഇറങ്ങുന്ന സമയത്ത് അച്ഛനമ്മ പറയും സിനിമ കണ്ടില്ല, മറ്റേ കണ്ടില്ല, അപ്പൊ അങ്ങനെ എന്താകുമ്പോ ഈ ഫീൽഡിലേക്ക് ഉള്ളവർക്കും വേറെ പുതുതായിട്ട് ഇറങ്ങാൻ വരുന്നവർക്കും ശ്രമിക്കുന്നവർക്കും ഒക്കെ ഇതൊരു നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പോ പിന്നെ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, കാരണം ആണെങ്കിൽ ഇപ്പൊക്കെ ഈ നാട്ടുമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ അതാകുമ്പോഴേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ അവർക്കൊരു സങ്കടമാണ്, മക്കൾക്കും സങ്കടമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിപ്പെടില്ല. കാരണം ഞാനങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇത്ര വരെ അഭിനയിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണെന്ന് മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഭരണഘടന അത് അവർക്കനുസരിച്ചുള്ളവർ ഈ ഇതിൽ കൊണ്ടുവരുന്ന ഇറക്കുന്നതും ചെയ്യുന്നതും അവർ പിടിച്ച് ജയിലിടണോ എൻ്റെ അവസ്ഥ അതാണ്. കാരണം പിന്നെ അവരെന്നാണെങ്കിൽ ഒരാഴ്ചക്കത്തെ നമ്മൾ മീഡിയേൻ്റെ കുറ്റം പറയില്ല, ഒരാഴ്ച മീഡിയയിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സംഗതി വരുന്നത്. അപ്പോൾ അത് എന്ത് വന്നാലും ഒരു കൊലപാതകം കാണിച്ചാലും അപ്പോൾ അതിനുള്ള ശരിക്കും ഇതെന്താണെങ്കിൽ അതിന് ഭരണഘടന നല്ലതാവുന്നത് അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിടാത്ത രീതിക്കാക്കണം. പിന്നെ ഇത് പറ്റ മായ്ച്ച് കളയാനും അതിനനുസരിച്ച് നിൽക്കുന്നൊരു ഭരണഘടനയാണ് അതെൻ്റെ പ്രാർത്ഥനകൾ. എന്നുണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ ഒരിക്കലും കുറ്റം പറയില്ല. സിനിമയിൽ ഇപ്പോൾ ഒരു നടൻ എന്തെങ്കിലും എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള 99 നടന്മാർക്കും അതിൻ്റെ ചിത്തപ്പരുണ്ടാവും. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല അവർക്ക്. പക്ഷേ എൻ്റെ കാര്യം ഇങ്ങനെ എന്തൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കഠിന അധ്വാനം ചെയ്തിട്ട് ആ സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 മണിക്കൂറിന് ശേഷം കാണുന്നത് സാറാണ്. ഫിലിം പോയിട്ട് ഫിലിം കാണുന്നവർക്ക് 3 മണിക്കൂർ കാണുന്നതിന് ശേഷം അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. ആ പടം പൊളിയാന്ന് പറയാം, പടം നല്ലതെന്ന് പറയാം. പക്ഷെ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കഠിന അധ്വാനമായിട്ട് ഇതിൻ്റെ മുന്നിലും പിന്നിലും നടക്കുന്ന അണിയപ്രവർത്തകർക്കുള്ള പിന്നെ ശരിക്കും എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ മയക്കുമരുന്നിൽ നിന്നിട്ടും ഒഴിവായിട്ട് നല്ലൊരു നമ്മളീ കേരളം നല്ലൊരു ഇതിലേക്ക് വരട്ടെ. പല പ്രശ്നങ്ങളാണ് പറയാം. കാരണം ചെറിയ കുട്ടികൾ പിന്നെ സിഗരറ്റ് വലിച്ചും കഞ്ചാവ് വലിച്ചിട്ടും ലഹരി എടുത്തിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം തന്നെ വരണം. നിങ്ങളെപ്പോലുള്ള വെങ്കട്ട സ്റ്റാൻഡിൽ അതിന് പിന്നെ എത്ര ഇതുണ്ടെങ്കിലും അവർ എടുത്തിട്ട് അവരെ മാറ്റി കൊണ്ടുവരാൻ ആവണം നിങ്ങളുടെ ചാനൽ. മനസ്സിലായോ? നാളെ നല്ലൊരു ഭാവി എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ പറയുന്നില്ല. അന്നുള്ള അതേമാതിരി കായ് വരട്ടെ എന്നുള്ളൊരു ഇതാണ്. ഇനി പറയാനുള്ള ഇതിൻ്റെ വേറെ ഒരു ഗുഡ് ന്യൂസും കൂടെ പറയാനുണ്ട്. നമ്മുടെ ഒരു സുഹൃത്താണ് നാസർ എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടുകാരനാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് കാലം പുല്ലൂർ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസം. അതെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകാരനും പറ്റാൻ. അപ്പോൾ അങ്ങനെ ഇതൊക്കെപ്പോൾ അവർ എന്നെ മലബാർ സൗഹൃദ കൂട്ടായ്മയിൽ നമുക്ക് ചാറ്റിൻ്റെ ഇതിൽ അപ്പോൾ ചാറ്റിൻ്റെ ഉൾപ്പെട്ടിട്ട് ഞാൻ പലയിടത്തും പാടാൻ വേണ്ടി പോക്കുണ്ട് അതിനൊക്കെ പോക്കുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നാസർ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഏജൻറ്റ്. അതിൻ്റെ ഒരു ടൈറ്റിൽ എന്നാണെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതെന്താണെങ്കിൽ പിന്നെ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അമ്മക്കിളികൾക്കൊരു കൂട്ടുന്നുണ്ട്. അത് 2 അമ്മമാർ, ഒരു ഉമ്മൻ്റെയും ഒരു അമ്മൻ്റെയും ഒരു 2 മക്കളെയും കണ്ണുനീരിൻ്റെ കഥയുന്നത്. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഇറക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ട എൻ്റെ ഇതിൽ ഞാൻ പിന്നെ ഇറക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും വരട്ടെ, അതുകൂടി നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വെച്ച ഭാഗങ്ങളായിട്ട് പിന്നീടാണ് നിങ്ങൾ പറഞ്ഞത്. സമൂഹ മണിക്കൂറും പിന്നെ സുധീർബാബു നിങ്ങളെ ചാനലിൻ്റെ ഒരു കൂടിയിട്ട് അത് 2.5 മണിക്കൂറിലെ നമുക്ക് എപ്പിസോഡാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചാനലിലാക്കാമെന്ന് പറയുന്നത്. ആ ഈ ലിംഗദാസ് ചാനലിനോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്രമോദ് മണ്ണിൽ സാറിനോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കെട്ടിക്കിടക്കുന്ന ഒരു ചീഞ്ഞ സാധനം നമുക്ക് പുറത്ത് കിട്ടുന്നത്
അതിങ്ങോട്ട് എടുത്തിട്ട് അത് നല്ല വെളിച്ചാക്കി തരുന്നത് നിങ്ങളെ ഇങ്ങനത്തെ ചാനലുണ്ട്. അതാണ് ചാനൽ. ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഭ്രാന്തനെ പോലെ ചങ്ങലത്ത് കെടുക്കുന്ന ഉള്ളിലിരുത്തതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഡിജിറ്റാസ് ചാനലിനെ ഞാനിങ്ങനെ അന്വേഷിക്കണമെന്നറിയില്ല. ഇതിൽ വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങനൊരു ചാനലിലേക്ക് വന്നത് നിങ്ങളോട് ആത്മാർത്ഥമായതാണ്. നിങ്ങളുടെ ചാനൽ ഇനിയും ഉയരങ്ങൾക്ക് എത്തിപ്പെടട്ടെ എന്ന് ദൈവത്തിൻ്റെ കൊണ്ട് എൻ്റെ എന്തായാലും വാക്കുകൾ ശരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മെപ്പോലത്തുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവും കലാപരമായിട്ടുള്ള കഴിവിലൂടെ ഏറ്റവും ഒളിഞ്ഞു കിടക്കുന്നവരെ പുറത്തേക്ക് കൊടുന്ന് അവരുടെ കലാപരമായിട്ടുള്ള കഴിവ് പുറത്തേക്ക് ഇപ്പം നിങ്ങൾ ചെയ്യുന്നറിയാം. അതുപോലത്തെ അവരെ വെളിച്ചത്തിലേക്ക് ആക്കാനുള്ളൊരു കഴിവ് കൂടി ഇനിയും നിന്നെ പോലത്തെ ആൾക്കാരെ ഇനിയും വേണം. അതുപോലത്തെ ഒളിഞ്ഞെടുക്കുന്ന ആ വ്യക്തികളെ കൊടുന്ന് പുറത്തേക്ക് ആക്കുക. അത് നിങ്ങളുടെ ചാനൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും സാറിന് വളരെയധികം നന്ദി. എന്തായാലും ഈ ഒരു